നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 നെയ്മർ ജൂനിയർ MLS എത്തും. വരുന്ന ജൂൺ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ അൽ ഹിലാലുമായിട്ടുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം MLS പോകും. അല്ല, ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹം MLS എത്തിയേക്കും. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടല്ലോ. ഇന്റർ മയാമിക്ക് താരത്തെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഹോർഗെ മാസത് നേരത്തെ വെളിപ്പെടുത്തിയതാണ് എന്നൊക്കെ goal.com അടക്കം റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ചില നെയ്മറുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അതിലെ വ്യക്തതയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നെയ്മർ അദ്ദേഹത്തിൻ്റെ ഡിസയർ വളരെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ്. 2025 ക്ലബ് വേൾഡ് കപ്പ് അൽ ഹിലാലിനോടൊപ്പം കളിക്കണം. അത് അദ്ദേഹം നേരത്തെയും RMC സ്പോർട്ടിന് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതാണ്. എനിക്ക് അൽ ഹിലാലുമായിട്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം. അതാണ് ഇപ്പോൾ നിലവിൽ നെയ്മറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസയർ എന്ന് പറയുന്നത്. അതേസമയം സ്പെക്കുലേഷൻസ് നടക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ MLS പോകുന്ന തരത്തിലുള്ള സ്പെക്കുലേഷൻസ് പല ഭാഗങ്ങളിൽ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കറണ്ട് കമ്മിറ്റ്മെൻറ്റ്, ഇപ്പോൾ അൽ ഹിലാലിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് 2025 അത്തരത്തിലുള്ളൊരു മൂവ് നടക്കില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് അൽ ഹിലാലുമായിട്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം, അവിടെ തന്നെ തുടരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മർ വിൽ മൂവ് ടു MLS ഇൻ 2025 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫാൻറ്റസി ആയിട്ട് മാത്രമേ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുകൂടി ആ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. നെയ്മർ അൽ ഹിലാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മൂവ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ അതാണല്ലോ, ജനുവരിയിൽ മൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. അപ്പം ജനുവരിയിൽ അദ്ദേഹം അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ക്ലബ് വേൾഡ് കപ്പ് അൽ ഹിലാലിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. സോ ഈ ഒരു വർഷം അദ്ദേഹം MLS എത്താനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.